ഇസ്രായേൽ ഇറാനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയ്ക്കകത്ത്. മറ്റൊന്നുമല്ല, ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. ഇറാന്റെ ആണവായുധ ഗവേഷണ കേന്ദ്രങ്ങൾ ഏതാണ്ട് ഒട്ടുമിക്ക സ്ഥലങ്ങളും തകർത്തു കഴിഞ്ഞു. ഇസ്രായേൽ വലിയ നഷ്ടം ഇറാൻ ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വർഷങ്ങൾ നീണ്ട അവരുടെ പ്രയത്നം പോലും ഇല്ലാതായിരിക്കുകയാണ്. ഹെവി ആയിട്ടുള്ള ആക്രമണം വീണ്ടും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ശരിക്കും ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം അതല്ല, ഇറാന്റെ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. ഇറാന്റെ തിരിച്ചടിയുമായി ബന്ധപ്പെട്ട് കൺഫേം ആയിട്ടുള്ള ചില വാർത്തകൾ വന്നിട്ടുണ്ട്. ഇസ്രായേലിന്റെ തലസ്ഥാനം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് ആക്രമണം, പലരും ഇതിനെ ഹൈപ്പർസോണിക് എന്ന് പറയുന്നുണ്ട്. ഹൈപ്പർസോണിക് മിസൈൽ അല്ല, ഇറാന്റെ കൈവശം ഹൈപ്പർസോണിക് മിസൈലുകളൊന്നുമില്ല. ഉള്ളത് ബാലിസ്റ്റിക് മിസൈലുകളാണ്. ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഇറാൻ ഇസ്രായേലിൽ നടത്തിയ ആക്രമണങ്ങൾ തടയുന്നതിൽ ഇസ്രയേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റംസ് പരാജയപ്പെട്ടിരിക്കുകയാണ്. നിരവധി പേര് മരണപ്പെട്ടിട്ടുണ്ട്, ധാരാളം കെട്ടിടങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്, നഗരങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ ഇസ്രയേലിന്റെ ഭാഗത്തുണ്ടായിരിക്കുകയാണ്. ഇത് ഒരു വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമായിട്ട് നമുക്ക് കാണേണ്ടി വരും. ഇപ്പോൾ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം ഇസ്രയേൽ എന്ന് പറയുന്നത് വളരെ അഡ്വാൻസ്ഡ് ആണ്. ഇറാനുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യമാണ്. അവരുടെ യുദ്ധവിമാനങ്ങളൊന്നും ഇറാൻ കൂട്ടിയാൽ കൂടുന്നതല്ല. F-35 അല്ലെങ്കിൽ F-15 ഈഗിളും F-16 ഒക്കെ എന്ന് പറയുന്നത് മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള എയർക്രാഫ്റ്റുകളാണ്. അതിൽ F-35 ഒന്നും ഒരു തരത്തിലും പ്രതിരോധിക്കാനുള്ള സംവിധാനം ഇന്ന് ഇറാന്റെ കൈവശമില്ല. അപ്പോൾ ഇറാനിൽ ചെന്ന് അവരുടെ തലസ്ഥാനത്തടക്കം ആക്രമണം നടത്തിയിട്ട് ഇസ്രായേൽ വിമാനങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ട്. ഇതിനെ പ്രതിരോധിക്കുന്നതിൽ ഇറാൻ വളരെയധികം പരാജയപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം, ഇതേ രീതിയിൽ ഇറാൻ അവരുടെ യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിലോട്ട് അയച്ച് അങ്ങനെയല്ല ആക്രമണം നടത്തിയത്. പകരം ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചിരിക്കുന്നു. ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ ഇസ്രായേലിനെതിരെ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ 2000 കിലോമീറ്ററിന് മുകളിൽ ഡിസ്റ്റൻസ് ഉണ്ട് ഇറാനും ഇസ്രായേലും തമ്മിൽ. നമ്മൾ മാപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേൽ കഴിഞ്ഞ് എത്ര രാജ്യങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇറാൻ എന്ന് നോക്കണം. ഇസ്രായേൽ കഴിഞ്ഞ് ജോർദാൻ ഉണ്ട്, സിറിയ ഉണ്ട്, ഇറാഖ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇറാൻ വരുന്നത്. അല്ലെങ്കിൽ ഇസ്രായേൽ കഴിഞ്ഞ് ജോർദാൻ, സൗദി അറേബ്യ, കുവൈറ്റ് ഒക്കെ കഴിഞ്ഞ് സമുദ്രത്തിനും അപ്പുറമാണ് ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇറാൻ അയച്ച ബാലിസ്റ്റിക് മിസൈലുകൾ 2000 കിലോമീറ്റർ ദൂരം താണ്ടിയാണ് ഇസ്രായേലിലേക്ക് എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളെ തടയുന്നതിൽ ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റംസ് പരാജയപ്പെട്ടിരിക്കുന്നു. ഇത് വളരെ ഗുരുതരമായ ഒരു വീഴ്ച കൂടി ഇതിലുണ്ട്. കാരണം ഇസ്രായേൽ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇറാന്റെ തിരിച്ചടി. ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാന്റെ കൈവശമുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് ഇസ്രായേലിന് അറിയാം, അമേരിക്കയ്ക്ക് അറിയാം. അപ്പോൾ ഇത് സംബന്ധിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളും അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എയർ ഡിഫൻസ് സിസ്റ്റംസ് ഇവര് അവിടെ വിന്യസിച്ചിരിക്കാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ടെൽ അവീവ് പോലെയുള്ള വലിയ നഗരങ്ങൾ, അവിടെ വരെ ഇറാന്റെ മിസൈലുകൾ ആക്രമണം നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ഒരു പോരായ്മയായിട്ടും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അയൺ ഡോം എന്ന് പറയുന്നത് റോക്കറ്റുകൾ ഉൾപ്പെടെയുള്ള ആക്രമണങ്ങൾ ചെറുക്കുന്നതിന് വളരെ മികച്ച എയർ ഡിഫൻസ് സിസ്റ്റമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഏറ്റവും മികച്ചതായിട്ടാണ് പൊതുവെ കണ്ടിട്ടുള്ളത്. അമേരിക്കയുടെ കൈവശമുള്ള എയർ ഡിഫൻസ് സിസ്റ്റമായിട്ടുള്ള പാട്രിയോട്ട് എന്ന് പറയുന്നത്, അതായത് MIM-104 പാട്രിയോട്ട് എന്ന് പറയുന്ന ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഇവരുടെ കയ്യിലുണ്ട്. ഇത് ബാലിസ്റ്റിക് മിസൈലുകളെയും എയർക്രാഫ്റ്റുകളെയും ഒക്കെ തടയുമെന്നാണ് പറയുന്നത്. പക്ഷെ ഇത് ഇപ്പോൾ പരാജയപ്പെട്ടോ എന്ന സംശയം ഉണ്ടാവുന്നുണ്ട്. ആരോ മിസൈൽ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. ഇത് US തന്നെയാണ് പ്രധാനമായിട്ടും. ഇസ്രായേലും US കൂടെ ചേർന്ന് ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. ഈ ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിനും കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ആക്രമണം അവിടെ ഉണ്ടായത്. അയൺ ഡോം എന്ന് പറയുന്നത് ഒരു ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റമാണ്. അപ്പൊ അതിന് ഹെവി ആയിട്ട് വരുന്ന വലിയ ബാലിസ്റ്റിക് മിസൈലുകളെയൊക്കെ തടയാൻ കഴിയുമോ എന്ന് സംശയമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ്. ഈ യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ ഇസ്രായേലും സഫർ ചെയ്യേണ്ടി വരും. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ പറഞ്ഞു, ഇറാൻ വളരെ ദുർബലമായ രാജ്യമാണ്. പക്ഷെ അവരുടെ കയ്യിൽ ഒരുപാട് ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്. ഇവർ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും മിസൈലുകളാണ്. കാരണം ഇറാന്റെ ഏറ്റവും വലിയ ശത്രു അമേരിക്കയെക്കാൾ കൂടുതൽ ഇസ്രായേലാണ്. ഇപ്പൊ അമേരിക്കയിലേക്ക് അയക്കാൻ പറ്റിയ മിസൈലൊന്നും ഇറാന്റെ കയ്യിലില്ല. പക്ഷെ ഇസ്രായേലിനെ ലക്ഷ്യമിട്ടാണ് അവർ മിസൈലുകളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ ഇറാന് ഹെവി ആയിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാവും, ഒരു തർക്കവുമില്ല. ഇറാനിൽ ഭരണമാറ്റം കൊണ്ടുവരാൻ പോലും ചിലപ്പോൾ ഇസ്രായേൽ വിചാരിച്ച പറ്റും. ആ രാജ്യത്തെ മൊത്തത്തിൽ തകർക്കാനും ഇസ്രായേലിനെ കൊണ്ട് കഴിയും. പക്ഷെ അപ്പോഴും ഇറാന്റെ തിരിച്ചടിയെ തടയാൻ കഴിയുന്നില്ല എന്നുള്ളതും, ഇറാന്റെ ബാലിസ്റ്റിക് ആക്രമണങ്ങളിൽ ഈ ഇസ്രായേലിന് പരിക്ക് പറ്റുന്നു അല്ലെങ്കിൽ അവർക്ക് നഷ്ടമുണ്ടാവുന്നു എന്നുള്ളതും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഒരുപക്ഷെ ഇസ്രായേൽ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഇവിടെയാണ് ഇന്ത്യയുടെ ഈ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം വേറിട്ട് നിൽക്കുന്നത്. വീണ്ടും നമ്മുടെ രാജ്യത്തിന്റെ എയർ ഡിഫൻസ് സിസ്റ്റംസ് എത്ര മികച്ചതാണെന്ന് ലോകത്തിന് ബോധ്യപ്പെടുകയാണ്. കാരണം നമ്മുടെ കയ്യിൽ S-400 ഉണ്ടെങ്കിലും
അത് വളരെ ലിമിറ്റഡ് ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കറിയാവുന്ന പോലെ നമ്മൾ ഈ S-400 പൂർണ്ണമായിട്ട് പാകിസ്ഥാനെതിരെ ഉപയോഗിച്ചിട്ടില്ല. അത് ചൈന അതിർത്തിയിൽ മുൻപ് വിന്യസിച്ച വാർത്തകൾ വന്നിരുന്നു. S-400 എന്ന് പറയുന്നത് നമ്മൾ ഓർഡർ ചെയ്ത അത്രയും ബാറ്ററീസ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന്റെ സപ്ലൈ നടന്നുകൊണ്ടിരിക്കുകയാണ്, പൂർണ്ണമായും നടന്നിട്ടില്ല ഇതുവരെയും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് വളരെ എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ വളരെ പരിമിതമായ ഉപയോഗം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ പെട്ടെന്ന് നിസ്സാരമായ ആക്രമണങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിച്ചത് തദ്ദേശീയമായിട്ട് നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ള നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റംസ് ആണ്. ഒരേ സമയത്ത് ഇപ്പോൾ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് ഇറാൻ നടത്തിയതുപോലെ മാസ്സായിട്ടൊരു അറ്റാക്കാണ് പാകിസ്ഥാൻ നമുക്കെതിരെ നടത്തിയത്. എന്ന് വെച്ചാൽ 100 കണക്കിന് ഡ്രോണുകൾ, റോക്കറ്റുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ ആകാശത്തുകൂടി മറ്റേ തീമഴ വരുന്നത് പോലെയാണ് വന്നത്. പക്ഷെ അതിനെല്ലാം നമുക്ക് തടയാൻ കഴിഞ്ഞു. ഇപ്പൊ നമ്മുടേത് വലിയ രാജ്യമാണ്, നമുക്ക് പാകിസ്ഥാനുമായിട്ട് വലിയ അതിർത്തിയുണ്ട്. പല ഭാഗങ്ങളിലായിട്ടാണ് ഇവർ ആക്രമിച്ചത്. ആ മുഴുവൻ അതിർത്തിയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൽ നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റംസ് വിജയിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. അപ്പോൾ നോക്കൂ, അമേരിക്കയും ഇസ്രയേലും എന്ന് പറയുന്നത് വേൾഡിലെ ടോപ്പ് ക്ലാസ്സിൽ നിൽക്കുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ രണ്ട് രാജ്യങ്ങളും പരസ്പരം സഹകരിക്കുന്നവരാണ്, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുക്കുന്നവരാണ്. ഈവൻ നമ്മൾ പോലും ഇസ്രയേലിന്റെ അടുത്ത് നിന്ന് ഡ്രോണുകൾ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ പോലും പല ആയുധങ്ങളും ഇസ്രയേലിന്റെ അടുത്ത് നിന്ന് വാങ്ങുന്നുണ്ട്. നമ്മളുമായിട്ട് ഡിഫൻസ് ഡീലുള്ള രാജ്യമാണ് ഇസ്രയേൽ. നമ്മൾ ഇസ്രയേലിന്റെ അടുത്ത് നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നുണ്ട്. അപ്പൊ അത്രയും അഡ്വാൻസ്ഡ് ആണ് ഇസ്രയേലും അമേരിക്കയും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മൾ യുദ്ധത്തിന്റെ സാഹചര്യം വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങൾ എഫിഷ്യന്റ് ആണോ എന്ന് അപ്പോഴാണ് നമ്മൾ പരിശോധിക്കുന്നത്. എത്രത്തോളം അതിന് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കുന്നതും യുദ്ധ സമയങ്ങളിലാണ്. ഇന്ത്യ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റംസ് വേൾഡ് ക്ലാസ് എന്ന് മാത്രമല്ല, വേൾഡിലെ ടോപ്പിൽ നിൽക്കുകയാണ്. കാരണം അമേരിക്കൻ എയർ ഡിഫൻസ് സിസ്റ്റംസ്, ഇസ്രയേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റംസ് ഇതെല്ലാം പരാജയപ്പെടുമ്പോഴും നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റംസ് ബെസ്റ്റ് പെർഫോം ചെയ്തിരിക്കുകയാണ്. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇറാനേക്കാൾ പവർഫുൾ ആണ്. പാകിസ്ഥാൻ ടെക്നോളജി വൈസ് നോക്കിയാലും അവരുടെ സൈനിക ശേഷി നോക്കിയാലും ഇറാനേക്കാൾ വളരെ പവർഫുൾ ആണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാന്റെ ആക്രമണത്തെയാണ് നമുക്ക് തടയാൻ കഴിഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് വീണ്ടും ചർച്ചയാക്കുന്നത് ഇന്ത്യൻ എയർ ഡിഫൻസ് സിസ്റ്റംസ് എത്രത്തോളം ഹൈലി അഡ്വാൻസ്ഡ് ആണ് എന്നത് തന്നെയാണ്. ഇന്നലെ രാത്രിയിൽ ഇസ്രയേലിലേക്ക് ഇറാൻ നടത്തിയതിനേക്കാൾ മാസ്സായിട്ട് ഹെവി ആയിട്ടുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ ഇന്ത്യയെ ലക്ഷ്യമിട്ട് നടത്തിയത്. ഒരു ദിവസമല്ല, തുടർച്ചയായി 2-3 ദിവസം. ആ ആക്രമണങ്ങളെ എല്ലാം നമ്മൾ പ്രതിരോധിച്ചിട്ട് നമുക്ക് തിരിച്ചടിക്കാൻ കഴിഞ്ഞു. നമുക്ക് ആകെ ഉണ്ടായത് അതിർത്തിയിൽ ഷെല്ലാക്രമണങ്ങളിൽ ഉണ്ടായ നഷ്ടങ്ങളാണ്. അത് സ്വാഭാവികമാണ്, നമ്മൾ അങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. അതിർത്തിയിൽ നിൽക്കുന്ന കരസേനകൾ നടത്തിയ ഷെല്ലാക്രമണങ്ങൾ, മറിച്ച് ബാലിസ്റ്റിക് മിസൈലുകളെയും ഡ്രോണുകളെയും ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ട് തകർക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ രോമത്തിൽ തൊടാൻ പോലും പാകിസ്ഥാന് പറ്റിയിട്ടില്ല. അപ്പൊ ഇത് നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റംസ് ഇന്നത്തെ ലോകത്തെ ഏറ്റവും മികച്ചവയാണ് എന്നതിൽ ഒരു ഏറ്റവും വലിയ തെളിവാണ്. ഞാൻ പറയുന്നില്ല അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ റഷ്യയുടേതോ ഒക്കെ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ യുദ്ധ സമയത്ത് പ്രകടനത്തെ വിലയിരുത്തുമ്പോൾ ഇന്ത്യൻ എയർ ഡിഫൻസ് സിസ്റ്റംസ് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് നമുക്കിനി നിസ്സംശയം പറയാൻ പറ്റും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.